ഇന്നത്തെ പുതുതായിട്ട് വരുന്ന നടന്മാർ, പുതുതലമുറയിലെ ഇപ്പോഴുള്ള നടന്മാർ മമ്മൂട്ടി മോഹൻലാലിനെ എങ്ങനെ കാണുന്നു, മോഹൻലാൽ മമ്മൂട്ടിക്ക് എന്ത് വില കൊടുക്കുന്നു, ആ ഒരു വിലയിലും ആ ഒരു പദവിയിലുമാണ് മോഹൻലാലും മമ്മൂട്ടിയും അന്ന് പ്രേംനസീറിനെ കണ്ടത്. കാരണം ഇവരുടെ തുടക്കകാലമായിരുന്നു അന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, മഞ്ഞിലിരിഞ്ഞ പൂക്കളിലൂടെ വില്ലനായിട്ടാണ് മോഹൻലാലിന്റെ വരവ്. അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയ ചിത്രങ്ങളെല്ലാം വില്ലൻ വേഷങ്ങളായിരുന്നു. പിന്നെ ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ അദ്ദേഹത്തിന് ക്യാരക്ടർ വേഷമൊക്കെ കിട്ടി. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ജനമനസ്സുകളിൽ, അതായത് സ്ത്രീ മനസ്സുകളിൽ കയറിക്കൂടിയത് പ്രേംനസീർ നായകനായിട്ട് അഭിനയിച്ച, ശശികുമാർ സംവിധാനം ചെയ്ത ആട്ടക്കലാശം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അതിലാണ് ഈ നാണമാവുന്നു മേനി നോവുന്നു ആ പാട്ടൊക്കെ ഉള്ളത്. ആ ഒരു സിനിമയുടെ കൂടെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മലയാളികളുടെ, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളുടെ പ്രിയങ്കരനായത്. ഞാൻ സ്ത്രീജനങ്ങളുടെ എന്ന് പറയാൻ പറയാൻ കാരണം, ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായിട്ട് വന്നപ്പോൾ സ്ത്രീകളെല്ലാം വെറുത്തുപോയി ഇദ്ദേഹത്തെ. പിന്നീട് വന്ന ചിത്രങ്ങളും കുയിലിനെ തേടി, പിന്നെ സഞ്ചാരി പോലുള്ള ചിത്രങ്ങളും എല്ലാം വില്ലൻ വേഷങ്ങളായിരുന്നു. അങ്ങനെ സ്ത്രീ മനസ്സുകളിൽ മോഹൻലാലിന് ഒരു ഇടമില്ലായിരുന്നു. പക്ഷേ ഈ ആട്ടക്കലാശം എന്ന് പറയുന്ന സിനിമയാണ് മോഹൻലാലിനെ ഈ നമ്മുടെ ഈ മലയാളികളുടെ എല്ലാം മൊത്തത്തിൽ ഒരു ഒരു ഹൃദയത്തിലേക്ക് കയറിക്കൂടാൻ കഴിഞ്ഞത് ആ ഒരൊറ്റ ചിത്രത്തിലൂടെയാണ്. ആ കാലത്ത് പ്രേംനസീറിനെ പറ്റി ആരോ എന്തോ ഒരു മോശം പറഞ്ഞ ആളിന്റെ ചെവിക്കുറ്റി അടിച്ചു പൊളിച്ച ആളാണ് ഈ മോഹൻലാൽ. ഇത് ഞാൻ പറയുന്നതല്ല, ജോൺ ബ്രിട്ടാസുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവില് മോഹൻലാൽ തന്നെ പറഞ്ഞതാണ്. ജോൺ ബ്രിട്ടാസ് മോഹൻലാലിനോട് ചോദിച്ചു, ഇങ്ങനെ പ്രേംനസീറിനെ എന്തോ മോശമായിട്ട് പറഞ്ഞപ്പോ എന്തോ അടി കൊടുത്തു എന്ന് പറഞ്ഞ, ഞാൻ തല്ലി, അവന്റെ കർണക്കുറ്റി അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞു. അപ്പോ ജോൺ ബ്രിട്ടാസ് ചോദിച്ചു, ഇനിയും അങ്ങനെ ചെയ്യുമോ, ഇനിയും അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമോ? ഇനിയും അടിക്കും. പിന്നെ ചിരിച്ചുകൊണ്ട് മോഹൻലാൽ പറഞ്ഞു, ഇപ്പൊ പിന്നെ നമ്മൾ അടിക്കേണ്ട കാര്യമില്ല, വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരങ്ങ് കൈകാര്യം ചെയ്തോളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം മോഹൻലാൽ എന്ന വ്യക്തി പ്രേംനസീറിനെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന്.